ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ നാളെ ലാലേട്ടൻ എത്തുകയാണ്. നാളെ ഡബിൾ എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ വൈൽഡ് കാർഡും ചിലപ്പോൾ നാളെ കയറിയേക്കാം. എന്തായിരുന്നാലും നാളെ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മാത്രമേ എന്താണെന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ അൺഒഫീഷ്യൽ സൈറ്റുകളിൽ കാണിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് ഇത്തവണ കാണിച്ചിരിക്കുന്നത് നിഷാനയ്ക്കും അതിൻ്റെ തൊട്ട് മുകളിലായി നിൽക്കുന്നത് നൂറയും സുരേഷുമാണ്. ഇവർ 3 പേരിൽ 2 പേർ പോകാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും അൺഒഫീഷ്യൽ സൈറ്റുകളല്ലല്ലോ റിയലായിട്ട് വോട്ടിംഗ്, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ആരായിരിക്കും പോവുക എന്ന്. അതോടൊപ്പം തന്നെ വൈൽഡ് കാർഡ് കയറുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസും അറിയില്ല. അതുകൂടാതെ നാളെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ശരിക്കും നല്ല രീതിയിലുള്ള വാണിങ്ങും പണിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വീക്കിനേക്കാളും രൂക്ഷമായ ഒരു വീക്കായിരുന്നു ഈ ആഴ്ച. പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എൻ്റെ കാഴ്ചപ്പാടിൽ ജാസ്മിൻ്റെ ഗെയിം ജാസ്മിൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്നും പറഞ്ഞതിനെ തുടർന്ന് പല കാര്യങ്ങളും നമ്മൾ ലൈവിൽ കണ്ടു. ആൾ എല്ലാം ഒബ്സർവ് ചെയ്ത് ഇപ്പോൾ പഴയ ആ ഒരു ക്യാരക്ടർ മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് ഒന്നുകിൽ അത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ, പുള്ളിക്കാരൻ്റെ വായിൽ നിന്നും വന്ന കുറേ വാക്കുകളൊക്കെ നെഗറ്റീവായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ നാളെ ചോദ്യങ്ങളായി മാറുമായിരിക്കും. എന്തായിരുന്നാലും കാത്തിരിക്കാം നാളെ എന്തായി തീരുമെന്ന്.